മുൻവശത്തെ മുറ്റത്തിൻ്റെ ഇങ്ങേ കോണിൽ നല്ല വെയിലുള്ള സ്ഥലത്താണ് ഇവൻ നിൽക്കുന്നത്. അതാണ് ഇവൻ ഇത്രയും കായ്ക്കാനുള്ള കാരണം. പിന്നെ നമ്മൾ ചാണകപ്പൊടിയും വെള്ളവും ഒക്കെ സമയാസമയം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല മൂത്ത സാധനമാണ്. അതുകൊണ്ട് നമ്മൾ ഇത്രയൊക്കെ വളം ചെയ്യുമ്പം അവൻ നമുക്ക് ഇങ്ങോട്ട് കായ്കളായിട്ടും തരുന്നുണ്ട്. പല പേര് പറയും, ചിക്കിയിടുക, ഇളക്കിയിടുക എന്നൊക്കെ. എന്തൊക്കെ തന്നെയാണെങ്കിലും എല്ലാ സൈഡിലും വെയിൽ കൊള്ളണം. അതിനുവേണ്ടി ഇതിനെ ഇങ്ങനെ തിരിച്ചും മറിച്ചു വിടണം. അതാണ് സംഭവം. ഇതാണ് നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ പറിച്ചെടുത്ത കുരുമുളക്. അതും ഒരു ചെടിയെന്ന് പറിച്ചതാണ് ഇത്രയും കുരുമുളക്. ഇങ്ങനെ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം നമുക്ക് പറിക്കാൻ പറ്റുന്നുണ്ട്. സോ അപ്പം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ആ ചെടിയെ മെയിൻറ്റെയിൻ ചെയ്ത് എന്താണെന്ന് മനസ്സിലായില്ലേ? ചില്ലറ കഷ്ടപ്പാടല്ല നമ്മൾ ആ ചെടിയെ ഇങ്ങനെ നേരെ നിർത്താൻ വേണ്ടി എടുത്തത്. എത്ര കഷ്ടപ്പെട്ടാന്നറിയാവോ നമ്മുടെ ഈ കുരുമുളക് ചെടിയെ ഈ പരുവത്തിൽ നിർത്തിയിരിക്കുന്നത്? കാരണം മറ്റൊന്നുമല്ല, ഇതിന് താങ്ങ് കൊടുത്തിരുന്ന ഈ മരം ഒടിഞ്ഞുപോയി. മരം മുഴുവനായിട്ടില്ലായിരുന്നു. നമ്മൾ അതിൻ്റെ മുകൾ വെട്ടിക്കളഞ്ഞിട്ട് ബാക്കിയുണ്ടായിരുന്ന പോർഷനിൽ നമ്മൾ ഈ കുരുമുളക് ചെടിയെ കയറ്റി വിട്ടിരിക്കുകയായിരുന്നു. മണ്ടയില്ലാത്ത മരമല്ലേ, കാലക്രമേണ മരത്തിൻ്റെ ചുവടങ്ങോട്ട് ദ്രവിച്ചു. അതോടുകൂടി നമ്മുടെ കുരുമുളക് ചെടിയും ഈ താങ്ങ് കൊടുത്തിരുന്ന ഈ മരവും കൂടെ താഴെ വീണു. പക്ഷെ നല്ലപോലെ കായ്ക്കുന്ന കുരുമുളക് ചെടിയാണ്. ഇതിനെ കളയാനായിട്ട് ആർക്കും താല്പര്യമില്ലായിരുന്നു. പിന്നെ ഇതിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നായി നമ്മുടെ ചിന്ത. ഒടുവിൽ ഇങ്ങനെ 3 മെറ്റൽ റോഡുകൾ നമ്മളിങ്ങനെ മണ്ണിലേക്ക് താത്തിയിട്ടു. അതിന് കൂടെ മുഴുവനും കയറ് കെട്ടി. ഇവിടെ 1, 2, ഇതിൻ്റെ പുറകിലായിട്ട് ഒന്നുകൂടെ. അങ്ങനെ ഈ 3 എണ്ണത്തേൽ നമ്മുടെ ഈ മരത്തിനെ, ഒടിഞ്ഞുപോയ മരക്കുറ്റിയെ വലിച്ചു കെട്ടുകയാണ് ചെയ്തത്. പക്ഷേ ഇതിൻ്റെ നമ്മുടെ കുരുമുളകിൻ്റെ അടിഭാഗം, അതായത് വേരുകൾക്കൊന്നും സംഭവിച്ചില്ല, കുറ്റി മാത്രം മറിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് ഇങ്ങനെ ഒരു ആക്ഷൻ ചെയ്തത് കൊണ്ട് നമുക്കിപ്പോഴും നമ്മളുടെ ഈ കുരുമുളക് ഇവിടെ ഉണ്ട്. അത്രയും പ്രഷ്യസ് ആയിട്ടാണ് നമ്മളിതിനെ സൂക്ഷിക്കുന്നത്. നമ്മുടെ മുറ്റത്തിൻ്റെ, അതായത് മുൻവശത്തെ മുറ്റത്തിൻ്റെ ഒരു കോണിൽ ഇത് നിൽക്കുന്നത് നല്ല പ്രൗഢ ഗംഭീരമായിട്ടാണ് ഇവൻ്റെ നിൽപ്പ്. നിറച്ച് കായ്ച്ചു കഴിയുമ്പം ഭയങ്കര ഭംഗിയാണ് കാണാനും. അപ്പം വർഷത്തിൽ 2 പ്രാവശ്യം നമുക്ക് ഇതിൽ നിന്ന് വിളവെടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സകല കുരുമുളക് നമ്മൾക്ക് പൊടിയായിട്ടും കായായിട്ടും ഒക്കെ എടുക്കുന്നത് നമ്മൾ ഇവിടുന്ന് തന്നെയാണ്. ഇതിൻ്റെ അകത്തിരിക്കുന്ന മരത്തിൻ്റെ കൊമ്പുണ്ടല്ലോ, അത് കംപ്ലീറ്റ് ദ്രവിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ 3 കമ്പയിലും പിന്നെ ഈ കയറയിലും കൂടിയാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കുരുമുളകും കിട്ടുന്നു. ഇത് അന്നേ വെട്ടിക്കളഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ നല്ലൊരു കുരുമുളക് പോയേനെ. ഈ മരം നിൽക്കുന്നതേ നമ്മുടെ മുമ്പിലത്തെ മുറ്റത്തിൻ്റെ ഒരു കോണിലാണ്. പിന്നെ നമുക്ക് പുറകിൽ 2 പേര് കൂടെ ഉണ്ട്. പക്ഷേ അവരിത്രയും കായ്ക്കുന്നില്ല. പിന്നെ ഇവിടാണ് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം. പിന്നെ വെള്ളം ഒഴിക്കാനും നല്ല ആക്സസ്. അതുകൊണ്ട് ഡെയിലി ഇവന് വെള്ളം കിട്ടുകയും ചെയ്യും. ഇതാണ് നമ്മുടെ കുരുമുളക് ചെടി. നിറച്ച് കായ്ച്ച് കിടപ്പുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ളതൊക്കെ ഇവിടുന്ന് തന്നെ കിട്ടും. അപ്പോൾ ഇന്നേ ചേട്ടൻ വന്നു. അപ്പോൾ ചേട്ടനും ഞാനും കൂടി ഇത് പറിക്കുകയാണ്. നിലത്തുനിന്ന് കൈയെത്തുന്ന ദൂരത്ത് പറിക്കാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ നിലത്ത് നിന്നുകൊണ്ട് തന്നെ പറിക്കുക. അത് തന്നെ കുറേ ഏറെയുണ്ട് കേട്ടോ. ഇത് പഴുത്ത് നല്ലൊരു പരുവാകുമ്പോഴേ കിളികൾ വന്ന് അത് മുഴുവൻ കൊത്തിക്കൊണ്ട് പോകും. കൂടെ നമ്മുടെ അണ്ണന്മാരും കൂടും. അതുകൊണ്ട് ഒരുവിധം മൂത്തതല്ല ഞങ്ങൾ ഇന്ന് തന്നെ പറിച്ചെടുക്കുക. കൈയെത്തുന്ന ദൂരത്തെ എല്ലാം പറിച്ചു കഴിഞ്ഞു. ഇനി ഏണി വെച്ച് അതിൻ്റെ മണ്ടയിൽ കയറി നിന്ന് മുകളിലുള്ളതൊക്കെ വേണം പറിക്കാൻ. വെച്ചോ. പാലാ പോലെയുള്ള മലയോര ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് ഇതൊന്നും ഒരു പുത്തിരിയേ അല്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ കുരുമുളക് ചെടി ഇല്ലാത്ത ഒരു വീട് പോലും കാണില്ല. അവർക്ക് ആവശ്യമുള്ള കുരുമുളകൊക്കെ അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് പതിവ്. കുറേ മുളകുണ്ട്. നമുക്കിപ്പോൾ തന്നെ ഇത്രയായി കേട്ടോ, പകുതിയായി. കുരുമുളക് മാത്രമല്ല, ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും, അതായത് കപ്പ, ചക്ക, ചേന, കാച്ചിൽ, ചേമ്പ്, എന്ത് വേണം അതെല്ലാം നമ്മൾ വീട്ടിൽ തന്നെ നട്ടുണ്ടാക്കും. അതുകൊണ്ടോ നമ്മുടെ വീട്ടു ചെലവും വളരെ കുറവാണ്. നല്ലതുപോലെ അധ്വാനിച്ച് ജീവിക്കുന്നവരാണ് നാട്ടിൻപുറത്തുള്ളവർ. ഏത് ജോലി ചെയ്യാനും അവർക്ക് യാതൊരു മടിയുമില്ല. കണ്ടാ
ആ വേണ്ടേ. എന്തിയെ നമ്മുടെ ബാഗ് എന്തിയെ? എല്ല് മുറിയെ പണിയുക, പല്ല് മുറിയെ തിന്നുക, ഇതാണ് നമ്മുടെ ശാസ്ത്രം. നമ്മുടെ ഏണിക്ക് 2 സൈഡ് സ്റ്റെപ്സ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു സൈഡത്തെ സ്റ്റെപ്പ് ഞാൻ കയറുന്നതെന്ന് പറിച്ചു, അപ്പുറത്തെ സൈഡിൽ നമ്മുടെ ചേട്ടനും കയറി. ഈ 2 സൈഡ് സ്റ്റെപ്സുള്ള ലാഡർ ആയതുകൊണ്ട് നല്ല സ്റ്റേബിളാണ്. 2 സൈഡിലും ഈക്വലായിട്ട് വെയിറ്റ് കൊടുത്താൽ ഇത് മറിയത്തേയില്ല. വീണാ നമ്മൾ ഒന്നിച്ച് വീഴും. ഓക്കെ, ഇങ്ങോട്ട് വെക്കാം അല്ലേ? ഇപ്പം നമ്മൾ പറിച്ചെടുത്താണ് ഇത്രയും. നിറയെ മുളകുണ്ട്, ഇനിയുണ്ട്. ഇതിൻ്റെ ഒരു 2 ഇരട്ടി കൂടി ഉണ്ട്. അങ്ങ് മുകളിലോട്ടുള്ളതൊക്കെ ചേട്ടൻ തന്നെയാണ് പറിക്കൽ. ഏണിയെ കയറി ഞാൻ മറിഞ്ഞു വീണാലേ എൻ്റെ ജോലി വെള്ളത്തിലാകും. സോ ചേട്ടൻ മുകളിലോട്ട് പറിച്ചോണ്ടിരിക്കുക. ഇതാണേ നമുക്ക് 100 മേനി തരുന്ന നമ്മുടെ സുന്ദരം കുരുമുളക് ചെടി. ഇവന് പ്രായം നല്ലതുപോലെ ഉണ്ട് കേട്ടോ. താങ്ങ് കൊടുത്തിരിക്കുന്ന കമ്പുകളുടെ ഹൈറ്റ് ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇതിന് മുകളിലോട്ട് ഇനി പൊങ്ങാനും പറ്റില്ല. ഇവിടെ 2, പിന്നെ ഇതാണ്ട് അപ്പുറത്തെ സൈഡിൽ. അങ്ങനെ 3 മെറ്റൽ ബാർസ് കൊടുത്ത് ആ മെറ്റൽ ബാറിൽ കയറ് ചുറ്റി, എന്നിട്ട് നമ്മുടെ ഈ കുരുമുളക് ചെടിയെയും അതിന് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന അതിനെയും കംപ്ലീറ്റ് ആയിട്ട് വരിഞ്ഞ് കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പം ഇതിനി മറിഞ്ഞ് വീഴൂല. കാരണം ഇവർക്ക് മാക്സിമം സപ്പോർട്ട് കൊടുത്ത് ഈ 3 കമ്പുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. എത്രത്തോളം കഷ്ടപ്പെട്ടാണ് നമ്മൾ അതിനെ പിടിച്ചു നിർത്തിയിരിക്കുന്നതെന്ന് അറിയാമോ? അതുകൊണ്ട് എന്താ, നമുക്ക് നല്ല കുരുമുളക് എന്നും കിട്ടും. അപ്പോൾ പച്ചക്കുരുമുളക് വേണം, നമ്മൾ പച്ച എടുക്കും. പല കറികൾക്കും നമ്മൾ പച്ചക്കുരുമുളക് എടുക്കാറുണ്ട്. നമ്മൾ ഇത് മൂത്തതിന് ശേഷം എല്ലാം കൂടെ പറിച്ച് വെയിലത്തിട്ട് ഉണങ്ങി ടപ്പലടച്ചു വയ്ക്കും. ആവശ്യമനുസരിച്ചാണ് നമ്മളത് പൊടിച്ചെടുക്കുകയും നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യും. ദേ നമ്മുടെ കുരുമുളക് ചെടിയുടെ മുകളിൽ നിന്ന് കിട്ടിയതാണ് ഒരു വലിയ കാക്കക്കൂട്. അവർ വന്ന് മുട്ടയിട്ട് കുഞ്ഞിനെ ഇറക്കി പോയെന്ന് തോന്നുന്നു. നമുക്ക് വേറെ 1-2 കുരുമുളക് ചെടി ഉണ്ട് കേട്ടോ. അതൊക്കെ പുറവശത്താണ് നിൽക്കുന്നത്. പക്ഷേ ഇത്രയും കായ്ക്കുന്നത് വേറൊന്നുമില്ല. ഇതാണ് നല്ല കായുള്ള സാധനം. നിറച്ച് നമുക്ക് കാ തരികയും ചെയ്യും, നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടക്കും. അതുകൊണ്ടല്ലേ നല്ല വില കൊടുത്ത് നമ്മളിതിനെ മെയിൻറ്റെയിൻ ചെയ്തത്. ഇന്നൊറ്റ ദിവസം ഒറ്റ ചെടിയിൽ നിന്ന് നമുക്ക് ഇത്രയും കുരുമുളക് കിട്ടി.